ഹലോ, ഇന്ന് നമ്മൾ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ജേണൽ സെറ്റാണ് ട്രൈ ചെയ്യുന്നത്. കുറച്ച് കളർ പേപ്പേഴ്സാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ആദ്യം കുറച്ച് പാറ്റേൺസ് ഒന്ന് നോക്കി വെക്കണം. ഇല്ലെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് എന്നെപ്പോലെ കൺഫ്യൂഷൻ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ പാറ്റേൺസ് എവിടെ നോക്കണമെന്നല്ലേ, അത് പിൻട്രസ്റ്റോ ഗൂഗിളോ ഏത് വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കളേഴ്സും ഇതിൽ യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാറ്റേൺസ് എന്ന് പറയുന്നത് ഡോട്ട്സ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലയൺസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് തുടങ്ങിയ എല്ലാ ടൈപ്പ് പാറ്റേൺസും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും പാറ്റേൺസ് ഉപയോഗിക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പിന്നെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ പെൻസിലോ, അതായത് വല്ല കളർ പെൻസിലോ സ്കെച്ചോ തുടങ്ങിയവ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജേണൽ സെറ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വാഷി ടേപ്സ്. ഈ ഒരു സൈസിലാണ് ഞാൻ പേപ്പർ കട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത പേപ്പർ കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ അതിൽ 2 പേപ്പർ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് എല്ലാവിടെയും ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിലും നമുക്ക് കുറച്ച് പാറ്റേൺസ് ആവശ്യമാണ്. ഡോട്ട് കണക്ട് ചെയ്യുക, പിന്നെ കുറച്ച് വള്ളികളും ചെടികളും പൂവും കായും ഒക്കെ എൻ്റെ വാഷി ടേപ്സിലുണ്ട്. പിന്നെ കുറച്ച് ഹാർട്ടും അതും ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ വാഷി ടേപ്പ് ഒന്ന് സെറ്റായതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് റോളാണ്. അതിനു വേണ്ടി ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിക്കുക, ചുറ്റി വെക്കുക. ഒരു ചെറിയ പീസ് എടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിലൊന്ന് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. അത് പിന്നെ വലിക്കാനും ചുരുക്കാനും ഒക്കെ പറ്റും. നമ്മുടെ വാഷി ടേപ്പ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. എല്ലാ പേപ്പറും ഒരുമിച്ച് വയ്ക്കുക. ഒരു ഓവൽ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത പേപ്പർ ഒരു വൈറ്റ് കളർ ഷീറ്റിൽ ഒട്ടിക്കുക. പിന്നെ ഇതിൽ നമുക്ക് ഇലകളും പൂക്കളും തുടങ്ങി ഒരു കാർഡ് വരെ വരയ്ക്കാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നതാണ് വരയ്ക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതും പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഓലയും പൂക്കളും കുറച്ച് ഹാർട്ടും ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പൊതുവേ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ സ്റ്റിക്കേഴ്സ് പിൻട്രസ്റ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അത് ഈ ഷീറ്റിൽ ഒട്ടിക്കുമ്പോൾ, വൈറ്റ് കളർ ഷീറ്റിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് പൊതുവേ ബാക്ക്ഗ്രൗണ്ട് നന്നായി ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രെയിംസ് ആണ്. ഫ്രെയിംസിന് വേണ്ടി കുറച്ച് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും എല്ലാം ഞാൻ വരയ്ക്കുന്നുണ്ട്. വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്യണം, സെൻറ്റർ പാർട്ട് കട്ട് ചെയ്യണം. എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്യാൻ. എങ്ങനെയൊക്കെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ട്രൈ ചെയ്തത് സ്റ്റാമ്പാണ്. സ്റ്റാമ്പ് ഒരു A4 ഷീറ്റ് എടുക്കുക, ഈ കാണുന്ന പോലെ മടക്കുക. പിന്നെ നമ്മുടെ മാക്സാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ത്രികോണം പാറ്റേണിൽ കട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ ചെയ്തത് സക്സസ് ആയോ അതോ ഫെയിലിയർ ആയോ എന്ന്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് അതൊന്ന് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഈ കളർ പാറ്റേൺ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ ചെറിയ സ്ക്വയറിൽ കട്ട് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. എല്ലാ കളർ പേപ്പേഴ്സും ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കളർഫുള്ളായിട്ട് തോന്നും. ഒട്ടിച്ച ശേഷം പിന്നെ നമ്മുടെ കുത്തി വരയ്ക്കൽ പരിപാടിയാണ്. ഇത്ര നേരം ചെയ്തതുപോലെ തന്നെ സെയിം പാറ്റേണിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വരയ്ക്കാം. എനിക്ക് എന്ത് വരയ്ക്കണമെന്ന് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ വരച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്റ്റാമ്പ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്വാർട്സ് ആണ്. ഈ ഒരു ചെറിയ ഷേപ്പിൽ ക്വാർട്സ് എഴുതാനായിട്ടാണ് നമ്മൾ ആ സെയിം കളർ പേപ്പേഴ്സ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതെല്ലാം ഒരു വൈറ്റ് കളർ ഷീറ്റിൽ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്വാർട്സ് എൻ്റെ സ്വന്തമല്ല, ആരുടെയോ വാക്കുകളാണ്. കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ബ്ലാക്ക് കളർ ഇങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി അത് അട്രാക്ഷനായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ അട്രാക്ഷനൊക്കെ തോന്നും. ബ്ലൂ കളർ ഇങ്ക് യൂസ് ചെയ്ത ആ ഒരു ഒറിജിനാലിറ്റി തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ ഇങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് മന്തിൻ്റെ സ്റ്റിക്കറാണ്. അതായത് നമ്മുടെ മാസങ്ങൾ ജനുവരി മുതൽ ഡിസംബർ വരെ എഴുതാനുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇതിലും ബ്ലാക്ക് ഇങ്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ
ജേണൽ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഈസിയാണോ ചോദിച്ചാൽ ഈസിയാണ്. കഷ്ടമുണ്ടോ ചോദിച്ചാൽ ചെറിയൊരു കഷ്ടപ്പാട്.